കാനിസ് ഫെമിലിയാരിസിന്റെ കഥ പറയാം. ആരുടെയാ? മനസ്സിലായില്ല? ഇല്ല. ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷ് വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഭാര്യ എലിസബത്ത് രാജ്ഞിയുടെ അനിയത്തിയുടെയോ ഏട്ടത്തിയുടെയോ മകളുടെ പേരാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം. സോറി, ഇത് പട്ടിയുടെ ശാസ്ത്രീയ നാമമാണ്, കാനിസ് ഫെമിലിയാരിസ്. ആണോ? ആർക്കെങ്കിലും ഇത് അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു കുറവേ അല്ല, കാരണം പട്ടിക്ക് പോലും അറിയില്ല ഇത് പട്ടിയുടെ ശാസ്ത്രീയ നാമമാണ്. ഭാരതീയ പുരാണങ്ങൾ അനുസരിച്ച് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വാതിലുകൾ കാക്കുന്നത് പട്ടികളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? രാത്രി 12 മണി കഴിഞ്ഞാൽ ടൗണിലെ ATM കൗണ്ടറിന്റെയും തട്ടുകടകളിലെയും വാതിലുകളാണ് പട്ടികൾ കാക്കുന്നത്. പണ്ട് കാലത്ത് വീടുകളിൽ പട്ടിയെ വളർത്തിയത് സ്റ്റാറ്റസ് കാണിക്കാനായിരുന്നു. ഇന്നെന്തിനാ? അല്ല, സ്റ്റാറ്റസ് ഇടാനാ. വീട്ടിലെ പട്ടികൾക്ക് പല പേരുകൾ ഉണ്ടാവും. അങ്ങാടിയിലെ പട്ടിക്ക് ഒരു ഒറ്റ പേരാ ഉണ്ടാവും. എന്താ പേര്? നായ. യെസ്. എന്നാലോ വീട്ടിലെ പട്ടികൾക്ക് കാരണവരെക്കാൾ മികച്ച പേരുണ്ടാവും. ടിപ്പു, ടോമി, കൈസർ, ജാക്കി. എന്നാൽ സുധൻ എന്നോ വൈകാശി എന്നോ സുനിത എന്നോ അജു എന്നോ ബിനു എന്നോ പേരുള്ള പട്ടി നിങ്ങൾ എവിടെയും കണ്ടിനോ? കണ്ടിട്ടില്ല. നമ്മളെ പേരൊന്നും പട്ടിക്ക് പോലും ഇടാൻ പറ്റൂല. പട്ടികൾ പല വിധത്തിലുണ്ടെങ്കിലും കടികളും പല വിധത്തിലുണ്ട്. ചില പട്ടി കഴിച്ചാല് ബാക്ക് വേൾഡ് മാപ്പ് പോലെയായിരിക്കും. ചില പട്ടി കഴിച്ചാലോ കടി ചെറുതാണെങ്കിലും നമ്പർ 1 കടിയായിരിക്കും കേരളത്തിന്റെ മാപ്പ് പോലെ. എന്നാൽ അരുണാചൽ പ്രദേശിന്റെ മാപ്പ് പോലെ ചില കടിയുണ്ട്. ഇങ്ങനെ തുന്നാൻ വലിയ പണിയായിരിക്കും. ലോകപ്രശസ്തമായ മൊണാലിസ കടിയുണ്ട്. കടി ബേക്കായിരിക്കും. പ്രകടനങ്ങളെല്ലാം മുഖത്തായിരിക്കും. പാതി ചിരിച്ചും പാതി കരഞ്ഞും. ബിഗ് ബിയിലെ ബിലാലിന്റെ ക്യാരക്ടറുള്ള ചില പട്ടിയുണ്ട്. ആരെയും കൂസുമില്ല, ഭയങ്കര ഗൗരവമായിരിക്കും. സ്ലോ മോഷനിൽ ഒരു വരുത്തായിരിക്കും. കടി കിട്ടിയാലോ പട്ടി പഴയ പട്ടിയായിരിക്കും, പക്ഷെ ചന്തി പഴയ ചന്തിയാവില്ല. എന്റെ ഒരു സുഹൃത്ത് വിനോദേട്ടന് പട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. വിനോദ് ഒരു ദിവസം ഒരു പട്ടിനെ മേടിച്ചു. 2 ആഴ്ച കഴിഞ്ഞിട്ടും പട്ടി കുരക്കുന്നില്ല. അപ്പൊ വിനോദേട്ടൻ മേടിച്ചെടുത്തിൽ വിളിച്ചു ചോദിച്ചു, എന്താ എന്റെ പട്ടി കുരക്കാത്തത്? അപ്പൊ അവര് പറഞ്ഞു, കാണാത്തവരെ കണ്ടാ പട്ടി കുരക്കൂന്ന് വെച്ച്. ആഴ്ചകൾ അങ്ങനെ വാലാട്ടി കടന്നുപോയി. ഒരു ദിവസം വിനോദം മുകളിൽ ബാത്റൂമിൽ നിന്ന് കുളിക്കുന്ന ഈ സമയത്ത് പെട്ടെന്ന് കോലായിന്ന് പട്ടി വാൻ കൊരയാ. വിനോദട്ടൻ ഓടി വന്ന്, എങ്ങനെയാണെന്നറിയോ, 6-ാം നമ്പരാനിലെ അരിമുരടിന്റെ പടിയെ മഞ്ജു ചേച്ചി വരുന്ന പോലെ ഓടി വന്ന് പടീന്റെ അടുത്ത് വന്ന് നോക്കുമ്പോ ആരാ മുറ്റത്ത്? വോട്ട് ചോദിക്കാൻ വന്ന MLA സ്ഥാനാർത്ഥി. വിനോദത്തിന് സന്തോഷായി. എന്നാന്നറിയോ, പട്ടി കുറച്ചോണ്ട്. പക്ഷെ ഒരു സങ്കടമുണ്ട്. എന്താ സങ്കടം എന്ന് പറയാൻ പറ്റുക? ഇനി 5 കൊല്ലം കഴിഞ്ഞാലേ എന്റെ പട്ടി കുരക്കൂന്ന്. ഈ ത്രെഡ് എനക്ക് എങ്ങനെയാ കിട്ടിയെന്നറിയോ? ഈ ത്രെഡ് ഞാനും എന്റെ മോള് വൈകാശും കൂടി ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ പരിപാടി കഴിഞ്ഞ് വരുമ്പോ നമ്മളെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മനോഹരൻ ചേട്ടനുണ്ട്. എടാ ഒന്ന് എന്റെ വീട്ടിൽ കയറിയിട്ട് പോകണമെന്ന്. പ്രത്യേകിച്ച് കീബോർഡെല്ലാം വായിക്കും. അങ്ങനെ വീട്ടിൽ കയറിയാൽ ഞാൻ കുറച്ച് പാട്ടെല്ലാം പാടി. ഫ്ലൂട്ട് കണ്ടാൽ എന്നോട് ചോദിച്ചു, ഒരു പാട്ട് വായിക്കുക ഫ്ലൂട്ടിൽ വെച്ച്. അകത്തുനിന്നാന്നേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് അന്നൊരു പാട്ട് പെട്ടെന്ന് ഞാൻ വായിക്കലും പുറത്ത് കൂട്ടിലിട്ട പട്ടി ഞാൻ പെട്ടെന്ന് ഞെട്ടി. ഞാൻ അടുത്ത വരും വായിച്ചു, പട്ടി വീണ്ടും. ഞാൻ ചോദിച്ചു, മനോഹരട്ടാ ഇതെന്താ സ്ഥിതി എന്ന് ചോദിച്ചു. അങ്ങനെയാടാ. അപ്പൊ എന്നെ മോളെയും കൂട്ടി പട്ടീൻ്റെ കൂട്ടിൻ്റെ അടുത്ത് പോയി. ഞാൻ കൂട്ടിൻ്റെ അടുത്ത് നിന്ന് കുറേ സാധനങ്ങളൊക്കെ വായിച്ചു. പട്ടി അതേപോലെ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ മനോഹരട്ടം പറഞ്ഞു, ഇത് റോഡ് വീലറാണ്, ഞാൻ പറയുന്ന എല്ലാ കാര്യവും പട്ടിക്കും മനസ്സിലാവും, പട്ടി പറയുന്ന എല്ലാ കാര്യവും എനക്കും മനസ്സിലാവും. അടുത്ത കാലത്തായിട്ട് മനുഷ്യന്മാരോട് മൂപ്പർക്ക് ഇത്തിരി ദേഷ്യമാന്ന്. ഞാൻ എന്താ ദേഷ്യോ? നിങ്ങളൊന്ന് ചോദിച്ചോക്കുന്ന. അവിടെ മനോഹരട്ടെ പട്ടിയോട് പട്ടി ഭയങ്കര ദേഷ്യത്തിലാ. പട്ടി എന്താ പറഞ്ഞെന്നറിയാം? നിങ്ങളെ മനുഷ്യന്മാരെ പോലെ അത്ര നന്ദിയില്ലാത്തൊരു വർഗം ലോകത്തില്ല. നിങ്ങൾ മനുഷ്യന്മാർ തെറി പറയേ എന്റെ പേരിന്റെ കൂടെ മോനെ എന്ന് ചേർത്തിട്ടില്ലേ നിങ്ങൾ വിളിക്കുന്നത്? നിങ്ങളെന്താ പശുവിന്റെ മോനെ, ഒട്ടകത്തിന്റെ മോനെ, ആടിന്റെ മോനെ, പൂച്ചേന്റെ മോനെ, എലീന്റെ മോനെ എന്ന് വിളിക്കാത്തത്? സത്യല്ലേ? എന്നാലോ തെളിയാത്ത കേസ് തെളിയിക്കുക എന്റെ മൂക്ക് തന്നെ വേണം. സത്യല്ലേ? എന്നിട്ട് അഥവാ കേസ് തെളിഞ്ഞാലോ പിന്നെയും കള്ളന്മാർ, വക്കീൽമാരും, ജഡ്ജിമാരല്ലോ നായിന്റെ മോനെ എന്നല്ലേ വിളിക്കുന്നത്. അപ്പോ നമുക്കറിയാം മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ബഹിരാകാശത്ത് പറഞ്ഞയച്ചൊരു പട്ടിയുണ്ട്. എന്താ പേര്? ലൈക്ക. പിന്നെ തിരിച്ചു വന്നിട്ടില്ല.
അങ്ങനെ നാട്ടുകാരുടെ ഏറ് കൊണ്ടിട്ട് തിരിച്ചു വരാത്ത ഒരുപാട് ലേക്കന്മാർ നമ്മളെ നാട്ടിലുണ്ട്, ഒരുപാട് പട്ടികൾ. വൈക്കം മുഹമ്മദ് ബഷീർ സാർ പറഞ്ഞതുപോലെ എല്ലാ ജീവികളും ഭൂമിയുടെ അവകാശികളാണ്. താങ്ക് യു. സൂപ്പർ.